കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് തളിപ്പറമ്പിന്റെ വികസനമാണ്. രാഷ്ട്രീയമായി പറയുന്നു, എങ്ങനെയാണ് മറുപടി? ഇതിലിപ്പോ വീണ്ടും എനിക്കൊരു സംശയം ഉണ്ട് കേട്ടാ. ഇദ്ദേഹം രാഷ്ട്രീയം എന്താ വെച്ചാൽ വികസനം പറയാൻ കഴിയില്ലെന്ന് പിന്നെയും പറയാൻ അങ്ങോട്ടല്ലേ പോകുന്നത്. BJP ഇത് പറയാനാണോ നമ്മൾ നേർരേഖ വിളിച്ചത്? അല്ലല്ല, ഇത് നാടിന്റെ വിളിച്ച വികസനമാണ്. വികസനത്തിന്റെ കാര്യം പറയൂ BJP-ക്കാരൻ. അതല്ല മറ്റേ നമുക്ക് പറയാനുണ്ടല്ലോ, പൊള്ളോട് പറയാനില്ല. അതേ ചോദിച്ചു. അതേപോലെ ധർമ്മശാലയിലെ ഒരു പോലീസ് സ്റ്റേഷന്റെ കാര്യം ചോദിച്ചു. പറയുന്നത് ഇവര് പറയുന്ന മറുപടി പറയട്ടെ. ഇദ്ദേഹം പറഞ്ഞെന്താ, വികസനത്തിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ സംഭവിച്ചല്ലോ, കെട്ടിട്ടുണ്ടായിട്ടുണ്ട്. നേരത്തെ എന്താ പറഞ്ഞത്, ഞാൻ ഉള്ളേരെ ഉള്ളതാണ്. ഇപ്പൊ പറഞ്ഞ ആയിരക്കണക്കിന് ഉറുപ്പിന്റെ പറഞ്ഞത് ഞാൻ പറയും, നിങ്ങൾ പറയില്ല. ഞാനല്ലേ ഇപ്പൊ പറയുന്നത്. കെട്ടിട്ടുണ്ടായിട്ട് തോന്നുന്നു. ആരോഗ്യരംഗത്ത് UDF-ന്റെ പ്രതിനിധി പറഞ്ഞത് കേട്ടല്ലോ, ബിക്കോസ് നമ്മൾ തടയുന്നില്ല. എന്താ വിഷയം? ഹോസ്പിറ്റലിൽ പോയപ്പോ ഒരു കത്രിക കെട്ടി ഞാൻ പറയട്ടെന്ന് പറഞ്ഞോ. ഞാൻ പറഞ്ഞു, നീ പറയുമ്പോ ഞാൻ മിണ്ടൂല. അപ്പൊ ആശുപത്രി രംഗത്ത് പോകുമ്പോ എന്താ വിഷയം? ഈ കത്രിക ഉണ്ടായതിനെ കുറിച്ചുള്ള അഭിപ്രായം ഉണ്ട്. നമുക്കായിരിക്കും അഭിപ്രായ ദിവസം അത് നല്ലതാണ് നമ്മൾ പറയാ. ആരെങ്കിലും പറയൂ കേരളത്തില് അത് അപകടമാണ്? അത് ഈ പറയുന്ന ചില മേഖല ഉണ്ടായ ചില പോരായ്മകളാണ്, അത് ഗൗരവമായി കാണണം. പക്ഷെ അതിന്റെ മറവിൽ കേരളത്തിൽ ആരോഗ്യ മേഖല ഉണ്ടായ എല്ലാ മുന്നേറ്റവും തടയാൻ പറ്റുമോ? അതിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത്? സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത് എന്ന് ഞങ്ങൾ പറഞ്ഞതല്ലെന്ന് കേരളത്തിലെ മാധ്യമങ്ങളാകെ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ മിംസ് ഉൾപ്പെടെയുള്ള ആശുപത്രികളെല്ലാം സ്വകാര്യ ആശുപത്രികളെ വലിയ കോർപ്പറേറ്റുകൾ എടുത്തിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രവാർത്ത വന്നു, ഇന്നലെ ഹിന്ദുവിൽ അതിന്റെ റിപ്പോർട്ട് വന്നു. അപ്പൊ അതിന് സഹായകരമല്ലേ ഇവരുടെ എല്ലാ പ്രക്ഷോഭവും? അവർക്ക് വേണ്ടിയാന്ന് നമ്മൾ പറഞ്ഞാൽ കുറ്റം പറയാവോ? കേരളത്തിൽ പൊതുജനാരോഗ്യ ഭാഗത്ത് ഉണ്ടായ മുന്നേറ്റത്തെ തടയുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നു. ഇപ്പൊ പറഞ്ഞെന്താ, ഹൈവേയിൽ ആരാ തടസ്സം നിന്നത്? നമ്മൾ ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസത്തെ ഉദ്ഘാടനം കണ്ടല്ലോ, ആരാ തടസ്സം നിന്നത് നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. 5600 കോടി ഉറുപ്പിക കേരളത്തിലെ ഒരു സ്ഥലത്തും ഇന്ത്യയിലെ ഹൈവേ മേഖലയിൽ ചെലവഴിച്ചിട്ടുണ്ടോ ഈ ഒരു സംസ്ഥാന ഗവൺമെന്റ്? കൊടുത്തല്ലോ. നമ്മൾ 20 വർഷം മുമ്പേ വരേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത്. രണ്ട് മുന്നണികളും തുല്യ ഉത്തരവാദികളാണ്. ആരാ തടസ്സം നിന്നത്? ആരാ നാഷണൽ ഹൈവേ അതോറിറ്റി? കേരളത്തിലെ ഗവൺമെന്റ് ആണോ? കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഈ കേന്ദ്ര ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആയാലും ന്യായമായി കൊടുക്കേണ്ട ഭൂമി ഏറ്റെടുത്ത് കൊടുത്തില്ല. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പറഞ്ഞ വിഷയം എന്താ? ഈ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയില്ല, ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. എന്താ ഇടതുപക്ഷം എന്ന് പറഞ്ഞത്? ഉപേക്ഷിക്കേണ്ടതില്ല, വികസനമാണ് ലക്ഷ്യം, നടപ്പിലാക്കും. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾക്ക് സ്ഥലം എടുക്കാനുള്ള കാശ് നിങ്ങൾ തരണം. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തോടും ചോദിച്ചില്ല, പക്ഷപാതപരമായ നിലപാട് സ്വീകരിച്ചു. കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് അതിന് വേണ്ട കാശ് കൊടുത്തു. ആ കാശ് കൊടുത്തപ്പോൾ യാഥാർത്ഥ്യമായി. ആ യാഥാർത്ഥ്യമായ റീച്ചിന്റെ സമയത്താണല്ലോ നമ്മുടെ തളിപ്പറമ്പിൽ വന്നിട്ട് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ പ്രകൃതി സ്നേഹം പ്രകടിപ്പിച്ചത്. കീഴാറ്റൂര് അതിനെതിരെ വയൽക്കിളി ഇദ്ദേഹം ഗംഗാധരൻ BJP-യുടെ ഗംഗാധരൻ ഉൾപ്പെടെ പോയില്ലേ ഇതിനെതിരായിട്ട്? അതിന്റെ ഉദ്ഘാടനത്തിലെ മിഞ്ഞാൻ നടന്നല്ലോ മനോഹരമായി. നടക്കുമല്ലേ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇല്ലാത്തത്? ന്യായം പറയുന്നത് എന്താ? അത് ചോദിച്ചപ്പോ നേതാക്കന്മാർ പറഞ്ഞ വിഷയം മരുമകനെയും വിളിക്കണമെന്നാ. പൊതുമരാമത്ത് മന്ത്രിനെ വിളിക്കാൻ പറഞ്ഞപ്പോ മരുമകനെ വിളിക്കണം എന്ന് പറഞ്ഞത് ന്യായമാണത്? ഈ BJP-കാരൻ ഉൾപ്പെടെ അവിടെ പോയില്ലേ? ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലല്ലേ സമരം ചെയ്തത്? സുരേഷ് ഗോപിയല്ലേ അവിടെ ഇരുന്നത്? ഇതിന്റെ പിതൃത്വം അവർക്ക് ആവശ്യപ്പെട്ടില്ലേ? 5600 കോടി കേരളത്തിന്റെ വിഹിതം കൊടുത്തപ്പോ കേരളത്തിലെ ഗവൺമെന്റിനെ അഭിനന്ദിക്കേണ്ടത് 23,000 കോടി രൂപയാണ് സ്ഥലത്തിന് വേണ്ടി ചെലവായത്. അത് സാധാരണ എല്ലാ സ്റ്റേറ്റിലും അതാത് സംസ്ഥാന ഗവൺമെന്റിനാണ് എടുക്കല്. പിണറായി വിജയൻ നിതിൻ ഗഡ്കരിജിയോട് പറഞ്ഞു എടുക്കാൻ പറ്റില്ല, അതിന് 20% കൊടുക്കുന്നു. 20% 5700 കോടി കൊടുത്തു. നമ്മൾ ഒരു കാര്യം മനസ്സിലായി, ഞാൻ നരേന്ദ്രമോദിയുടെ പറഞ്ഞല്ല, ഞാൻ പിണറായി വിജയന്റെ പറഞ്ഞാ. മനസ്സിലായോ? നമ്മുടെ ഫെഡറൽ സംവിധാനം അനുസരിച്ച് ഞാൻ എന്റെ മന്ത്രി, എന്റെ രാജാവ് പിണറായി വിജയനാണ്. അപ്പൊ ഇത് പറഞ്ഞില്ലേ, കീഴാറ്റൂര് സമരത്തിൽ നമ്മൾ എന്തിനാ? കീഴാറ്റൂർ വിഷയം വേറെയാണ്. കീഴാറ്റൂര് 1.5 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് പോകണമെന്നേ നമ്മൾ പറഞ്ഞിട്ടു. അതുകൊണ്ടാണ് ഇപ്പൊ പരിഹാരത്തിൽ ഈ കുന്നടിച്ചൽ ഉണ്ടാവുമായിരുന്നില്ല. ഇവരുടെ ഭാഷയാണ്, ഇതെല്ലാം ഭാഷ. പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ സൂവിന്റെ കാര്യം, എന്തുകൊണ്ട് അത് പറഞ്ഞേക്കാം. തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി 2000 മുതൽ 2010 വരെ ഞാൻ കൗൺസിലറായിരുന്നല്ലോ. അന്നേരം ശ്യാമൾ ടീച്ചറും വാർഡ് രവിയായിട്ടാണ് അതിന്റെ കൗൺസിലർമാർ, അതായത് ചെയർമാന്മാർ. അറിയാലോ, ആന്തൂരിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ അന്നേരം കൗൺസിലറാണല്ലോ. 2000 തൃശ്ശംബരം പ്രദേശത്ത് 10 ഏക്കർ അക്വറിയം വേണ്ടി തീരുമാനിച്ചു, സ്ഥലം പുതിയ ബസ് സ്റ്റാൻഡിൽ.
2001 മുതൽ തുടങ്ങിയതാ. ബസ് സ്റ്റാൻഡ് ഇതുവരെ വന്നിട്ടില്ലല്ലോ. 2001 മുതൽ തുടങ്ങിയതാ. വികലമായിട്ട് ഇങ്ങനെ പറയും, ഞങ്ങൾ വലിയ ആളാണ്, ഇങ്ങനെ ഈ നൊസ് പറയലില്ല, അതുപോലെ ഞങ്ങൾ വലിയ ആളുകളാണ്. 10 പേരെ ഞാൻ 2010 2 ടേമാണ് ഉണ്ടായതാ. ആ 10 പേരെ ഉരുട്ടി കൊണ്ടുപോയിട്ട് അത് അവസാനം കേസ് വരും. എന്താ സംഭവം തന്നെ കോടതി പറഞ്ഞ CPM ഓഫീസറാണ് ഇല്ല, അതിന് ചുറ്റും ബസ് സ്റ്റാൻഡ്. അവർ കോടതിയിൽ പേഴ്സണലായിട്ട് ശേഖരാട്ടപ്പുറത്ത് ആൾക്കാർ പോയിട്ട് ഇത് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സ്ഥലം വെച്ചിട്ട് ഓഫീസ് വെച്ചിട്ട് ചുറ്റും ബസ് സ്റ്റാൻഡ് വേണ്ട, അത് സ്റ്റേ ചെയ്തു. അന്തിമമായിട്ട് അതിന്റെ കഥ കഴിഞ്ഞു. തളിപ്പറമ്പ് നഗരസഭയിലെ ബസ് സ്റ്റാൻഡ് കൗൺസിലറായിരുന്നു 10 വർഷം. ഇദ്ദേഹം കൗൺസിലറായിരുന്നു. 10 വർഷം എന്റെ അടിക്കുന്നുണ്ട്. ആ വികസന രേഖ എന്റെ അടിക്കുന്നുണ്ട്. അതിനകത്ത് 10 വർഷം കോടിക്കണക്കിന് രൂപ എല്ലാ വർഷവും മാറ്റി വെക്കുകയും. ഇതുവരെ ബസ് സ്റ്റാൻഡ് വന്നിട്ടില്ലല്ലോ. ബസ് സ്റ്റാൻഡ് വന്നിട്ടില്ല, മാത്രമേ ഉള്ളൂ. ഇവർക്ക് ശരി ഷോ കാണിക്കണം. ഞങ്ങൾ വലിയ വികസനക്കാരാണ് അങ്ങനെ പറഞ്ഞിട്ട് നാട് വരില്ല, നാട് വരാൻ ഒരിക്കലും സാധ്യമല്ല, സമ്മതിക്കില്ല. കാരണം ജനവാസ കേന്ദ്രമാണ്. ആ ജനവാസ കേന്ദ്രത്തിൽ ഇവർ ഓഫീസ് ഒഴികെ ബാക്കിയെല്ലാം കയറിയ തീരുമാനിച്ചു. കൂടുതൽ ആൾക്കാർ വികലമായ കാഴ്ചപ്പാട്. ഇതന്നെയാണ് ഞാൻ മറ്റടിക്ക് വരാൻ പോകുന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞ വികസനത്തിന് ഒരിക്കലും ഞാൻ എതിരെ. വികസനത്തിന്റെ കാഴ്ചപ്പാടോടി ഇപ്പൊ ഇറ്റ് എങ്ങനെ പോകുന്നു നരേന്ദ്രമോദി കാണിച്ചു. അതുകൊണ്ട് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് എന്താണ് ജംഷി പറഞ്ഞു വന്നത്? BJPയുടെ പ്രതിനിധി ഇവിടെ പറയണ്ടായി. അതായത് ഇവിടെ ഹൈവേ വികസനത്തിന് 2 മുന്നണിയാണ് ഏത് 20 വർഷം മുമ്പേ പിന്നെ ഹൈവേ വരേണ്ട. 20 വർഷം മുമ്പേ BJP ഇന്ത്യയിലുണ്ടോ? ഇല്ല. അപ്പം അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ഈ രാജ്യം വികസിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പം ഈ 2 മുന്നണികൾ എന്ന് പറഞ്ഞാൽ അപ്പം കൊണ്ടുവരാൻ ശ്രമിച്ചത് കോൺഗ്രസ് ആണ്. ഒരു മുന്നണി CPM ആണ്, മറ്റൊരു മുന്നണി BJP അല്ലേ. അപ്പം അവർ സ്വയം അംഗീകരിക്കും ഞങ്ങളായിരുന്നു. അതായത് പശ്ചാത്താപം കൊണ്ട് ബഹുമാനപ്പെട്ട ഗംഗാട്ടം പറയാൻ 20 കൊല്ലം മുമ്പേ വരേണ്ട ഒരു ഹൈവേ തടസ്സപ്പെട്ടതിൽ വല്ലാത്ത വേദന ഉണ്ടാവും. ഇപ്പോഴെങ്കിലും അവർക്ക് ആ ബോധ്യം വന്നല്ലോ എന്നതാണ് ഞങ്ങളുടെ സന്തോഷം. മറ്റൊന്ന്, ഇപ്പം അവസാനമായി പറഞ്ഞു വെച്ചത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ ഇന്ത്യ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ നേരത്തെ ഉണ്ടായി ഇന്ത്യയിൽ നിന്ന് അപകടകരമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത് നരേന്ദ്രമോദിയാണ്. അതായത് പൊളിറ്റിക്സ് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വികസനം ആർക്കും വേണ്ടിയാണ്? മനുഷ്യന്മാർക്ക് വേണ്ടിയില്ല വികസനം. നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡും പാലും തോടും വേണ്ടു. ഇവിടെ മനുഷ്യന്മാരെ കൊന്നൊടുക്കുന്ന ഒരു രാജ്യത്ത് റോഡും പാലും ഞാനും ഗംഗാട്ടനും ഹരിയാട്ടനും ഇവിടെ ഉണ്ടെങ്കിലല്ലേ ഇവിടെ വികസനത്തിൻ്റെ ആവശ്യമുള്ളൂ, വെളിച്ചത്തിൻ്റെ ആവശ്യമുള്ളൂ, പാലത്തിൻ്റെ ആവശ്യമുള്ളൂ, ബസ്സിൻ്റെ ആവശ്യമുള്ളൂ, വിമാനത്താവളത്തിൻ്റെ ആവശ്യമുള്ളൂ. ആളുകളെ കൊന്നൊടുക്കുന്നത് ഇവിടെ വികസനം വേണ്ടല്ലോ. സ്വാഭാവികമായി ഈ രാജ്യത്തെ എല്ലാ ആളുകളെയും ആളുകളെ ഇല്ലായ്മ ചെയ്യുന്ന ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെതിരെ ഒന്നിക്കുക എന്നത് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ടാണ് ഒരു പക്ഷേ BJPക്കെതിരെ കോൺഗ്രസ് ലീഗും കോൺഗ്രസും CPM ഒക്കെ ഒന്നിച്ചിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു പാമ്പുണ്ട്, ഒരു മൂർഖ നമ്മളെ അപകടകരമായ ഒരു പാമ്പുണ്ട്. അതിപ്പോ ഗംഗാട്ടിനെയും കടിക്കും, അരിവാശിയും കടിക്കും. അപ്പൊ സ്വാഭാവികം നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാമ്പ് മുന്നണിക്കെതിരെ നടന്ന വർത്തമാനത്തിനാണ് സ്വാഭാവികം നമ്മളെല്ലാരും കൂടി ഒരാൾ വടിയെടുക്കും, ഒരാൾ തല്ലും. അത് ഒരു ഉത്തരവാദിത്തല്ലേ. ആ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കുന്നു, ഇന്ത്യക്ക് വേണ്ടി നിർവഹിക്കുന്നു. ഈ വികസന കാര്യത്തിൽ അദ്ദേഹം എണ്ണി ഹരീഷൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ പറയുന്നതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ അദ്ദേഹം. അതെ, അങ്ങനെയല്ല. ഇപ്പം ആശുപത്രിയിലേക്ക് തന്നെ വരാം. ഇപ്പൊ ആശുപത്രി അനുഭവം എന്ന് പറഞ്ഞാൽ നിരവധിയായ രോഗികൾ, മലയോരത്തെ ആളുകൾ ആശുപത്രി ആശ്രയിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലത്തെ ധർമാശുപത്രി, ആ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന സേവനം, ആ സേവനത്തിനൊരു അംഗീകാരം ജനങ്ങൾ അങ്ങനെ വിളിച്ചതാണ്. പക്ഷെ അവിടുത്തെ സൗകര്യങ്ങൾ പരിമിതമാണ്. ഇപ്പം പഴയ കെട്ടിടം പൊളിച്ച് പുതിയൊരു കെട്ടിടം ഉണ്ട്, ആ കെട്ടിടം പോരാ. പക്ഷെ കെട്ടിടം ഉണ്ടെങ്കിൽ പോലും, പരിമിതമായ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെ ഡോക്ടർമാരില്ല ആവശ്യത്തിന്. അവിടെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തളിപ്പറമ്പ് ആശുപത്രിയിൽ പോയി ഒരു രോഗിനെ കൊണ്ട്. സാധാരണ ഇതിൽ നമ്മളിപ്പം ഞാൻ പഞ്ചായത്തിന് മെമ്പറായിരുന്നു 10 വർഷം. അപ്പോൾ നമ്മൾ ഈവനിങ് OP പലയിടത്തും ആരംഭിക്കാറുണ്ട്. അതായത് നമ്മൾ പകൽ ഡോക്ടർ ഷിഫ്റ്റായി പോകുന്നു, വൈകുന്നേരം നമ്മൾ ഡോക്ടറെ വെക്കാറാണ് ചെറിയ നമ്മളെ പ്രൈമറി ആശുപത്രികളിലൊക്കെ. എന്നാൽ ഈ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഡോക്ടറില്ല, മരുന്നില്ല. 5 മണിക്ക് ശേഷം മരുന്നില്ല. 5 മണിക്ക് ശേഷം മരുന്ന്, 5 മണിക്ക് ശേഷം അപ്പോൾ ആളുകൾക്ക് അസുഖം വരാൻ പാടില്ല. അസുഖം വരുന്നതിന് സമയം നിശ്ചയിക്കേണ്ടി വരുന്നു. പിന്നെ അവിടെ ഡോക്ടർ ഒരു ചായക്കടയിൽ പോയ ഒരു മേശപ്പുറത്തിരിക്കുന്ന ഒരു കോലത്തിൽ ഡോക്ടർ ഇരിക്കുന്നു, ജസ്റ്റ് പരിശോധിക്കുന്നു, വിട്ടോ, വേറൊന്നുമില്ല, മരുന്നില്ല. ലാബിലേക്ക് പോകേണ്ടി വന്നു. ഞാൻ ആ തളിപ്പറമ്പ് സഹകരണ ആശുപത്രി ഗവൺമെൻറ് ആശുപത്രി പരിസരത്ത് ലാബ് അന്വേഷിച്ചു, ലാബില്ല. പോകേണ്ടത് എവിടെയാണ്? സഹകരണ ആശുപത്രിയിലെ ലാബിൽ പോയി അവിടെ 360-460 കൊടുത്ത് പിന്നെ രണ്ടാമത് തിരിച്ചു വന്ന് ഡോക്ടറെ കണ്ട് ചീട്ട് കാണിച്ച് മരുന്ന് ഇവിടെ ഇല്ല. പിന്നെ എന്താണ് ഇവിടെ ഉള്ളത്? ആശുപത്രി പിന്നെ എന്താണുള്ളത്? പിന്നെന്താണ്? കാര്യമുണ്ടോ? ഹരീഷൻ, 1 ബസ് സ്റ്റാൻഡ്, 2 മാർക്കറ്റ് വികസനം, 3 ചോദിച്ചാൽ അവിടുത്തെ റോഡുകളുടെ ഒരു
ഇതിൽ രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അതിലേക്ക് പോവാം. അതിലൊന്ന്, ആശുപത്രി രംഗത്തുണ്ടായ മാറ്റത്തെക്കുറിച്ച് UDFന്റെ പ്രതിനിധി വസ്തുതക്ക് നിരക്കാത്ത കാര്യം പറയാണ്. Yes. ഇതൊക്കെ ഞാൻ പറയുന്നത്, ഇതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇത് പൊതുസമൂഹങ്ങൾക്ക് അല്ല, അദ്ദേഹം നേരിട്ട് പോയി അനുഭവിച്ച കാര്യങ്ങൾ സംഭാഷണമല്ല. മരുന്നിന്റെ കാര്യത്തിൽ ആരും ഞാൻ ഈ പറയുന്ന കാര്യം, ഹൃദയമാറ്റ ശസ്ത്രക്രിയ ഗവൺമെന്റ് ആശുപത്രി നടത്തിയില്ലേ? റോബോട്ടിക് സർജറി നടത്തി. പിന്നെ എന്താണ് ഈ ആശുപത്രി നടക്കാനുള്ളത്? അതെല്ലാം വലിയ കാര്യങ്ങളാണ്, അല്ലാതെ പറയുന്നില്ല. കാരണം മലബാർ ക്യാൻസറിൽ റോബോട്ടിക് സർജറി, റോബോട്ടിക് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തി. അത് ഗവൺമെന്റ് ആശുപത്രികളാണ്. ഇതിന്റെ മാറ്റാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത്. ആരും സമ്മതിക്കുന്ന കാര്യമില്ലത്. ആരെങ്കിലും സമ്മതിക്കാതിരിക്കുന്നുണ്ടോ? പിന്നെ അന്ന് റോഡിന്റെ വികസനം പറഞ്ഞത്, ഇപ്പൊ 306.9 കോടി ഉറുപ്പിയുടെ പദ്ധതി ഇന്നലെയാണ് ഉദ്ഘാടിച്ചത്. സാങ്കേതിക തടസ്സം ഇയാൾക്കറിയാം എന്തൊക്കെ സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. കേസ് കൊടുത്തു. സ്ഥലം ലീസ് എടുത്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾ കേസ് കൊടുത്തു, കേസ് തീർന്നു. രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്തപ്പോൾ കോൺട്രാക്ടർ കേസ് കൊടുത്തു. ആ കേസിന്റെ വിധിയായി. അങ്ങനെയാണ് ഇന്നലെ അതിന്റെ ഉദ്ഘാടനം നടത്തുന്നത്. അത് കിഫ്ബി ഫണ്ടാണ്, മറ്റു വിധത്തിലുള്ള ഫണ്ടല്ല. ദിവസേന മാറുന്ന തളിപ്പറമ്പിൽ ഒരു ബസ് സ്റ്റാൻഡ് വരും. ബസ് സ്റ്റാൻഡ് നഗരസഭയുമായി തീർച്ചയായും അത് അനിവാര്യമായ നഗരസഭയുമായി ബന്ധപ്പെട്ട വിഷയമാണത്. ഈ ക്രൂയിസ് പദ്ധതി കൊട്ടിഘോഷിച്ചു വന്നല്ല, അതിന്റെ അവസ്ഥ എന്തുണ്ട്? ക്രൂയിസ് പദ്ധതി മലബാർ, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം മലപ്പട്ടത്ത് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അത് ബോട്ട് നേരെ പറശ്ശിനിക്കടവ് മാട്ടൂര് വഴി കൂവോട് വരെയുള്ള ഒരു പദ്ധതിയെ കുറിച്ചാണ് ആലോചിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് മുല്ലക്കൊടി അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നത്. പോയാൽ മനസ്സിലാവും. ബ്യൂട്ടിഫുൾ പോയി കഴിഞ്ഞാൽ ഇയാൾ വരുവോ? അവിടുന്ന് പോയാല് ഉറപ്പല്ലേ? രാജരാജേശ്വരി ക്ഷേത്രം പറഞ്ഞല്ലോ, നമ്മളിപ്പോ അതിന്റെ കണക്ഷനാണ്. അത് അത് മുണ്ടൂല. കാരണം വെച്ചാൽ അത് ഉണ്ട് എന്നുള്ളത് അയാൾക്ക് അറിയുന്നില്ല. ഈ രാജരാജ ക്ഷേത്രത്തിന് വികസനം ഉണ്ടെന്ന് അദ്ദേഹത്തിനാണ്. അതുപോലെ മുണ്ടൂല. പിന്നെ കുളമുണ്ട്, പിന്നെ കുളമുണ്ട്, കുളം, മേലെ കുളം, താഴെ കുളം. ഞാൻ പറഞ്ഞു, ഈ ടൂറിസം സർക്യൂട്ട് ഇതിന്റെ ഭാഗമായി വരികയാണ്. കോടിക്കണക്കിന് 14 കോടി ഉറുപ്പിക ഇൻവെസ്റ്റ് ചെയ്തു അതിനു വേണ്ടി, റോഡിന് വേണ്ടിയിട്ടുള്ള. ഇപ്പം ഞാൻ പറയാ, മെക്കാഡം ടാറിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ കേരളത്തിൽ അങ്ങോളങ്ങൾ, കേരളത്തിൽ മാത്രമല്ല വ്യത്യസ്തമാണ്, എല്ലാം സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്കറിയാം തളിപ്പറമ്പിലെ റോഡിന്റെ അവസ്ഥ. ഇദ്ദേഹത്തിനോട് മാത്രമല്ല പറയുന്നത്, നമ്മുടെ പ്രദേശത്ത് ഇപ്പൊ മലയോര മേഖല ഉൾപ്പെടെ ഉള്ള വികസനത്തിന്റെ റോഡിന്റെ കാര്യം എന്താ? നിങ്ങൾ പോയിട്ടുണ്ടാവുമല്ലോ. ആ മാറ്റില്ലേ ഇവിടെ? ആ മാറ്റത്തെ മാർക്കറ്റോ, ഇത് കിഫ്ബിയുടെ ഭാഗമായി മാർക്കറ്റിന്റെ അവസ്ഥ എന്താണ്? മാർക്കറ്റ് വികസനം ഞാൻ പറഞ്ഞത് നഗരസഭയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നഗരസഭ ഒറ്റക്കത് ചെയ്യാൻ കഴിയില്ല. നഗരസഭയ്ക്ക് തനത് ഫണ്ടുകൾക്കൊക്കെ പരിമിതി ഉണ്ടല്ലോ. ഇപ്പൊ ചിലത് ഇപ്പൊ കണ്ണൂർ നഗരസഭ നമ്മളിവിടെ ഇരിക്കില്ലേ, BOT അടിസ്ഥാനത്തിൽ അവിടെ ഗ്രൗണ്ടിന് വേണ്ടി കണ്ണൂർ അനുവദിച്ചല്ലോ, ഫണ്ട് എടുത്തില്ലല്ലോ. ഇപ്പൊ അതെവിടെയാ വരാൻ പോകുന്നത്? എവിടെയാണ് പറയൂ? കീല സ്റ്റേഡിയത്തിലാണ് 45 കോടി ചെലവിടാൻ വേണ്ടി പോവാണ്. അതൊരു കോംപ്ലക്സ് ആണ്, ലോകത്തെ ഏറ്റവും വലുതാണ്. നമ്മൾ വെറുതെ രാഷ്ട്രീയമായി എതിർത്തോ? അഭിമാനപൂർവ്വം പറയാ, നമ്മുടെ തലപ്പുറം മണ്ഡലത്തിൽ ഇന്ത്യയിലെ എല്ലാ മേഖലയിലും എല്ലാ കളിയും കളിക്കാൻ പറ്റുന്ന സ്ഥലത്തിലുള്ള അഖിലേന്ത്യാ തലത്തിൽ ബന്ധപ്പെടുന്ന ഒരു വലിയ സ്റ്റേഡിയം അതിന്റെ ചെയ്തു. 45 കോടി ഇൻവെസ്റ്റ് ചെയ്തു. ഇതിന്റെ ഭാഗമായ സ്റ്റാർട്ട് ചെയ്തു. മണ്ണെടുത്ത് തുടങ്ങി. മണ്ണ് തന്നെ ഈ സൂവും അതുപോലെ ഈ പറയുന്ന സ്റ്റേഡിയവും പിന്നെ വേറെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സർക്യൂട്ടും അതിന്റെ ഭാഗമായി വന്നു കഴിഞ്ഞാൽ തളിപ്പറമ്പിന്റെ മുഖം അങ്ങ് മാറില്ല. ഇപ്പൊ ഈ സംവിധാനം ആകെ വരുമ്പോൾ അതുപോലെ ഹാപ്പിനെസ് പാർക്ക് ഇദ്ദേഹം പറഞ്ഞു ഹാപ്പിനെസ് ഉണ്ടാവില്ല. ഇതെല്ലാം ഉണ്ടായ പിന്നെ ഹാപ്പിനെസ് ഉണ്ടാവില്ല. ഹാപ്പിനെസിന് BJPയുടെ പ്രതിനിധി വന്നല്ലോ. മലബാർ ക്രൂയിസ് എല്ലായിടത്തും ഈ ബോട്ട് ജെട്ടി ഉണ്ടാക്കി എന്നല്ലാണ്ട് അതൊരു പൂർണ്ണ തോതിലേക്ക് വന്നിട്ടില്ലല്ലോ. കാലം കുറെ ആയി, സമയമെടുക്കും അല്ലേ? എന്താണ് രാജരാജേശ്വരൻ പറഞ്ഞു, ഞാൻ പറയേണ്ട വെച്ചാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് 2 കോടി ഉറുപ്പിക ഗോവിന്ദ മാഷ് ഫണ്ടിൽ നിന്ന് കൊടുത്തിട്ട് 2 വർഷമായി ആ റോഡ് നന്നാക്കാൻ കൊടുത്തു. സമ്മതിച്ചേ? അതേന്ന് പൈസ കൊടുക്കുന്നത് പറയുന്നത് എന്താ? പക്ഷെ പണി നിർത്തണ്ടേ? നിങ്ങൾ പറഞ്ഞ ഒരു ആശുപത്രി കെട്ടിടം ഉണ്ടാക്കിയ ഡോക്ടർമാരെ വേണ്ടെന്ന് പറഞ്ഞ മതി. ഇത് നടക്കണ്ടേന്ന് 2 വർഷം. ഇപ്പൊ 15-ാം തീയതി 2ാമത്തെ കോൺട്രാക്ടിന് കാലാവധി അവസാനിക്കുന്നുണ്ട്. മിഞ്ഞാന്ന് CPMന്റെ പ്രതിനിധികൾ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മുമ്പിൽ പോയിട്ട് പരാതി പറയുന്നത് ഫോട്ടോ സഹിതം TV-യിൽ വന്നല്ലോ. നിങ്ങളുടെ അടക്കം TV-യിൽ വന്നല്ലോ ഇല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഒരു റോഡ് നന്നാക്കാൻ 2 കോടി 2 കൊല്ലം എടുത്തിട്ട് നന്നാക്കാതെ ഈ വികസനമാണോ? നിങ്ങൾ പറയുന്നത് പോലെ നടക്കേണ്ടത്. പൈസ കൊടുത്താൽ പോലെ നടത്തലല്ലേ പണി അല്ലേ? പൈസ ഗവൺമെന്റ് കൊടുക്കുമ്പോൾ 10 വർഷം ഇവർ മുനിസിപ്പാലിറ്റി ഭരിച്ചിരുന്നില്ലേ? ഇല്ലേ? ഭരിച്ചിരുന്നില്ലേ? ശ്യാമള ടീച്ചറും രവിയേട്ടനും ഉണ്ടായിരുന്നില്ലേ? മാർക്കറ്റ് ഉണ്ടാക്കാൻ നോക്കിയോ?
ബസ് സ്റ്റാൻഡിൽ നോക്കിയ അവസ്ഥ ഞാൻ പറഞ്ഞു. ഇത് മുനിസിപ്പാലിറ്റി അത് ഗവൺമെന്റ് അതല്ല ചെയ്യേണ്ടത്, മുനിസിപ്പാലിറ്റിയാണ് ചെയ്യാണ്. ഇപ്പൊ മുനിസിപ്പാലിറ്റി സ്ഥിതി നിങ്ങൾ ഒന്നിച്ചിട്ടല്ലേ, ലീഗും CPM ഒന്നിച്ചിട്ടല്ലേ ഭരിക്കുന്നത്, ശരിയല്ലേ? കളവ് പറയാം. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാ? നമ്മുടെ കണക്കിന് ചെയർമാനും മന്ത്രിമാരുമാണ്. പൊതുമരാമത്ത്, ക്ഷേമം, ആരോഗ്യം, വിദ്യാഭ്യാസം, അങ്ങനെയല്ലേ? അതാണല്ലോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മീൻസ് മിനി മന്ത്രിയാണ് ആണല്ലോ. പുല്ലായിക്കോടി ചന്ദ്രേട്ടനല്ലേ അതിന്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. എങ്ങനെ വന്നു പറയും? ഇതൊന്നും അതിലൊന്നും ഞാൻ രാഷ്ട്രീയം കാണുന്നില്ല. അതൊക്കെ ഒരു വികസന പക്ഷെ അല്ല ഇതൊന്ന് പറയുമ്പോ അവിടെ അങ്ങനെയാണല്ലോ. എന്റെ മുനിസിപ്പാലിറ്റിയിലല്ലേ ആണ് ഗ്യാങ്ങാണ്. 17, 15, 3 വേറിട്ട് വേണം. BJP 3 ഉണ്ട്. അപ്പോ ഇവര് തമ്മിൽ സഖ്യായി അവിടെ ഭരിക്കട്ടെ. നാട്ടിൽ നല്ല വരുന്നവർ നല്ല തന്നെ. സുബൈറിന്റെ പിന്നെ ചെയർമാന്റെ കാഴ്ചപ്പാട് കാര്യങ്ങളൊക്കെ തന്നെ ആരായിട്ടും രാഷ്ട്രീയ സെക്രട്ടറി ഇല്ലാതെ രീതിയിൽ ഓക്കെ നല്ലതാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെയാണ് അതാ പറയുന്നത്. അതായത് അവരെന്നെ സമ്മതിക്കുന്നുണ്ട്. നമ്മളിപ്പോ PK സുബൈർ മുസ്ലിം ലീഗിന്റെ UDF-ന്റെ ചെയർമാനാണ്. ആരുമായിട്ട് ഈ വികസന കാര്യത്തിൽ എല്ലാവരുമായിട്ട് സഹകരിക്കും. അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. ഇതിൽ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ അറിവില്ലായ്മയാണ്. ഞാനത് വേറെ ഭാഷ അറിവില്ലായ്മയല്ലേ പറയുന്നത്. ഒരു മുനിസിപ്പാലിറ്റിയിൽ മതിയായ ആളില്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കിട്ടുന്ന ഈ രാജ്യത്ത് ആർക്കും അറിയാത്തത്. എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എങ്ങനെ ഡിവൈഡ് ചെയ്യാം? എല്ലാ ഭരണകക്ഷി അംഗങ്ങളും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉണ്ടാവും. കൃത്യമായ ഞാൻ പറഞ്ഞത് ഇതിനെ വെച്ചുകൊണ്ട് അതെ ത്രിതല പഞ്ചായത്തുകളിൽ രാഷ്ട്രീയം ഇല്ല. ഇത് തന്നെയാണ് എല്ലാവരും ഭരണത്തിലില്ലല്ലോ. പക്ഷെ അതേ പറഞ്ഞാലൊരു കാര്യമുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരൊക്കെ ലീഡിംഗ് പാർട്ടികൾ ഉണ്ടെങ്കിൽ ഭരിക്കുന്ന പാർട്ടി തന്നെയാണ് എടുക്കാറ്. ആ സ്ട്രെങ്ത് ഇല്ലെങ്കിലാണ് അണ്ടർസ്റ്റാൻഡിംഗ് നടക്കുക. അല്ലെന്ന് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം എടുക്കുമ്പോ അവരത് എടുക്കും. സംശയം എന്താ? അതിപ്പോ നമ്മള് ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്ത് കൊടുക്കേണ്ടി വരില്ലേ? BJP-ക്ക് ഉണ്ടാവില്ലേ ചില സ്ഥലത്ത് ഉണ്ടെങ്കിൽ? നമ്മൾ ആളുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി കിട്ടില്ലേ? ഇത് നിലവിലുള്ള നിയമം. പിന്നെ അവരുടെ കഴിവുകൾ കൊണ്ട് കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. അണ്ടർസ്റ്റാൻഡിംഗ് അല്ലല്ലോ, നമ്മള് രാഷ്ട്രീയപരമായ സൗഹൃദമാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളിലും ഇത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതാണ് ഞാൻ പറയുന്നത്. ഇദ്ദേഹം CPM ലീഗ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അണ്ടർസ്റ്റാൻഡിംഗ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവോ? ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. ഏറ്റവും ശക്തമായി വിയോജിക്കേണ്ട നമ്മൾ വിയോജിക്കുക, യോജിക്കേണ്ട കാര്യങ്ങൾ യോജിക്കുകയും ചെയ്യും. അതല്ലേ രാഷ്ട്രീയ മര്യാദ. എല്ലാത്തിനും എതിർക്കാം. എന്തുകൊണ്ട് BJP കേരളത്തിൽ നിലം തൊടുന്നില്ല? ഈ അന്ധമായ രാഷ്ട്രീയ വിരോധം വെച്ചു പുലർത്തുന്നോണ്ട് ഇത് ജനങ്ങളല്ലേ വോട്ട് ചെയ്യുന്നത്. CPM ആവട്ടെ, കോൺഗ്രസ് ആകട്ടെ, ലീഗ് ആവട്ടെ, ആരാണ് വോട്ട് ചെയ്യുന്നത്? സാധാരണക്കാരെ ജനങ്ങളാണ്. സമയം തീരുകയാണ്. നമ്മള് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി CPM-നെ കുറിച്ചൊക്കെ പറയുന്നത് ഇടതുപക്ഷമാണ് ഇപ്പോൾ പറയുന്നത്. നമുക്ക് ഇവരുമായിട്ട് യാതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല. ഒരു അണ്ടർസ്റ്റാൻഡിംഗിന്റെ ആവശ്യമില്ല. തളിപ്പുറം മണ്ഡലത്തിന് ഇവരുടെ അണ്ടർസ്റ്റാൻഡിംഗ് 45 വർഷം നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ പറയുന്നതാണ് ഈ BJP-യുടെ രാഷ്ട്രീയ പാപ്പത്വം. ഒരു ചെറിയ കാര്യം എടുക്കുക, ആ കാര്യം ഞാൻ പറയല്ല. ഈ മുഴുവൻ വികസനത്തെയും കാണാൻ ഇവർക്ക് കഴിയില്ല, മനസ്സില്ലെന്ന്. കേരളത്തിലുണ്ടായ മാറ്റത്തെ കുറിച്ച് ഇവർ കാണില്ല. തളിപ്പറമ്പിലുണ്ടായ ഞാനിപ്പോ പറഞ്ഞല്ലോ, ഇദ്ദേഹം നാട്ടിൽ പോണ്ട്. ഇനിയിപ്പോ ഈ കേട്ടിട്ട് സുഫാരി പാർക്കിന് ആരാ എതിര്? ഇദ്ദേഹല്ലേ പറഞ്ഞു. ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമുണ്ടോ? പറയാ മനസ്സിൽ ഇപ്പൊ സുഫാരി പാർക്കിന് എതിര് പറഞ്ഞ ആളായാണ്. നമ്മുടെ സമയം തീരുകയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന മുദ്രാവാക്യം എന്താണ്? ഇടതുപക്ഷം തളിപ്പറമ്പ് നിയോജക മണ്ഡലം ബേസ് ചെയ്ത് സമഗ്രമായ വികസനം തന്നെയാണ്. തുടരും മാത്രമല്ല തുടരും. എന്താണ് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്ന മുദ്രാവാക്യം? UDF എന്താണ് പറയുന്നത്? തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ വികസന കാഴ്ചപ്പാടിനെ മുൻനിർത്തി ഉയർത്തുന്ന മുദ്രാവാക്യം എന്താണ്? തളിപ്പറമ്പിന്റെ സമഗ്രമായ മാറ്റത്തിന് വേണ്ടി UDF മുന്നോട്ട് പോകും. എന്താണ് ഗംഗൻ? വികസിത കേരളം, സുരക്ഷിത കേരളം. സുരക്ഷിതത്വം കുറവുണ്ടെന്നാ? അഴിമതി രഹിത കേരളം. ഇതാണ് ഇത് മുദ്ര. അത് ജനറൽ ആയിട്ടുള്ള മുദ്രാവാക്യം. അതെ, അത് തളിപ്പറമ്പിലും അത് തന്നെയാണ് പറയുന്നത്. ഒറ്റ ഒരു കാര്യം, ഈ ചപ്പാനപ്പടം ഞാൻ പറയും. അല്ല, സമയം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് സമയം. ഈ ചർച്ച വെച്ചിട്ട് വേണം കേട്ടോ
നമ്മൾ അല്ല, ഒരു കാര്യം പ്രേക്ഷകരെ പറയാൻ- തളിപ്പറമ്പ് മണ്ഡലത്തിലെ വോട്ടർമാർ സമ്മതിദാന അവകാശം ഉപയോഗിക്കാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടത് നമ്മൾ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത് കഴിഞ്ഞു. ഈ നേതാക്കൾ പറഞ്ഞ എല്ലാം മനസ്സിലുണ്ടാകണേ. പ്രേക്ഷകർക്കും ഒപ്പം പങ്കെടുത്ത 3 പേർക്കും നന്ദി, നമസ്കാരം.